അപ്പോൾ ഇപ്പം എക്സൈസുകാർ വരും. സത്യം. കാരണം എൻ്റെ കയ്യിൽ 5 ഗ്രാം എംഡിഎംഎ ഉണ്ട്. ഈ 5 ഗ്രാം എംഡിഎംഎ എനിക്ക് ആരാണോ തന്നത് ഞാൻ അവൻ്റെ പേരിട്ട് കൊടുക്കും. അവൻ ആരാണോ കൊടുത്തത് അവൻ്റെ പേരിട്ട് കൊടുക്കും. ഓക്കെ. ഇവിടെ ഓപ്പറേഷൻ ഡി ഹണ്ട് മുതൽ ഇവിടെ ലഹരി വേട്ട ഉണ്ട്. എന്നിട്ട് ഇവിടെ ലഹരി അടിക്കുന്നവരുടെ എണ്ണം കുറയുന്നില്ല, വിൽക്കുന്നവരുടെ എണ്ണം കുറയുന്നില്ല. കൂടിയേ വരുന്നു. സാധനത്തിൻ്റെ ഒഴുക്കും കൂടിയേ വരുന്നുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? നിങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിൽ കാണും ഇത്ര ഗ്രാം എംഡിഎംഎ പിടിച്ചു, ഇത്ര ആൾക്കാരെയൊക്കെ പിടിച്ചെന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും അടിക്കുന്ന ആൾക്കാരുണ്ട്, വിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. ഒന്നാമത്തെ കാര്യം, ഇതിനൊക്കെ ഫണ്ട് ഇറക്കുന്ന വലിയ ഹൈ ടീംസുകളുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കേരളത്തിലുള്ള കൊച്ചു കുട്ടികൾക്കും അറിയാം. അവന്മാരെന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നില്ല? നിങ്ങളുടെ ലക്ഷ്യം ലഹരിമുക്ത കേരളമാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനത്തുള്ള സ്രാവുകളെയൊക്കെ പിടിക്കുന്നില്ല? പകരം ഇങ്ങനെ അടിച്ചു കിടക്കുന്ന ഇങ്ങനത്തുള്ള പിള്ളേർ എന്തുകൊണ്ട് നിങ്ങൾ പിടിക്കുന്നു? ഓക്കെ, അഫ്കോഴ്സ് അവരെ പിടിക്കണം. കാരണം നല്ല കാര്യമാണ്. സമൂഹത്തിന് വിപത്തായി വരുന്ന ആൾക്കാരെ കൂടി ജയിലിടണം. പക്ഷെ അതിനും വലിയ വിഷസർപ്പങ്ങൾ ഇവിടെ പുറത്തുണ്ട്. അവരെന്തുകൊണ്ട് നിങ്ങൾ നോക്കുന്നില്ല? ഒന്നാമത്തെ കാര്യം, ഒരു മരം വളരണമെങ്കിൽ വേരുകൾ വേണം. നിങ്ങളാദ്യം വേര് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു മരവും പൊട്ടി മുളയ്ക്കത്തില്ല. കേരളത്തിലേക്ക് വരുന്ന ലഹരിയുടെ ഒഴുക്കും കുറയും. എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല? ജനങ്ങൾ ഇങ്ങനെ പൊട്ടന്മാരാക്കല്ലേ. ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് ചെയ്യണം.